ദുന്യവിയും മുഖ്റവിയുമായ പ്രതിസന്ധികളുടെ വലിയ പരിഹാരമാണ് എൻ്റെ മേൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ സ്വലാത്ത് ചൊല്ലുന്നതെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിൻ്റെ പ്രതിസന്ധികൾക്ക് മാത്രമല്ല മുഅ്മിനേ, ആഖിറത്തിൻ്റെ പ്രതിസന്ധികൾക്കും സ്വലാത്ത് പരിഹാരമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്: ഇന്ന അൻജാകും യൗമൽ ഖിയാമത്തി മിൻ അഹ്വാലിഹാ വമവാതിനിഹാ അക്സറുകും അലയ്യ സ്വലാ. ഖിയാമത്ത് നാളിൽ പലതരത്തിലുള്ള വ്യാകുലതകളും ആശങ്കകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ അവിടെ ഏറ്റവും രക്ഷ കിട്ടുന്നവർ, ആഖിറത്തിൻ്റെ പ്രതിസന്ധി അറിയാതെ അവിടുന്ന് രക്ഷ കിട്ടുന്നവരാരാ? അക്സറുകും അലയ്യ സ്വലാ. നിങ്ങളെ കൂട്ടത്തിൽ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാരാണോ അവരാണ് പരലോകത്തെ പ്രതിസന്ധിയിൽ നിന്ന് പരിപൂർണമായി രക്ഷപ്പെടുന്നവരെന്ന് ഖാല റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പച്ചക്കുബ്ബ മനസ്സിൽ കണ്ട് റസൂലുള്ളാഹിനെ മനസ്സിൽ കണ്ടിട്ട് ചൊല്ലണം മുഅ്മിനേ. ഇതിലൊരു ഹുർമത്ത് വേണം, ഇതിനോടൊരാദരവും ബഹുമാനവും നമ്മൾ കൽപ്പിക്കണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് രക്ഷപ്പെടൂല. സലാസത്തുൻ, 3 കാര്യങ്ങളുണ്ട്. സലാസത്തു അഷ്യാ, 3 കാര്യങ്ങൾ. ലാ തസിനു ഇൻദല്ലാഹി ജനാഹ ബഊല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ പരിഗണന പോലും അതിന് ലഭിക്കുകയില്ല. അങ്ങനെയുള്ള 3 കാര്യങ്ങളുണ്ട്. 3 ഇബാദത്തുകളാണത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ പരിഗണന പോലും കിട്ടാത്ത 3 ഇബാദത്തുകൾ. അഹദുഹാ അസ്സലാ ബിലാ ഖുളൂഇൻ വലാ ഖുശൂ. ഒരു ഖുശൂഉമില്ലാതെ, ഒരു മനസ്സാന്നിധ്യവുമില്ലാത്ത നിസ്കാരമാണ് അതിലൊന്ന്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയ്, അള്ളാഹു കാക്കട്ടെ. വസ്സാനി, രണ്ടാമത്തേത് അദ്ദിക്റു ബിൽ ഗഫ്ല, പറ്റ അശ്രദ്ധനായ ദിക്ർ ചൊല്ലലാണ്. ലിഅന്നല്ലാഹ തആല ലാ യസ്തജീബു ദുആഅ ഖൽബി ഗാഫിൽ, പറ്റേ അശ്രദ്ധവാന്മാരായി നടത്തുന്ന ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകൂല എന്ന് മുഹമ്മദ് മുസ്തഫ. വസ്സാലിസോ, മൂന്നാമത്തെ കാര്യമേതാണ്? അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ ചെയ്ത അമലിന് പരിഗണന കിട്ടണ്ടേ, എന്നാൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ പരിഗണന പോലുമില്ലാത്ത 3ാമത്തെ അമൽ അസ്സലാത്തു അലൻ നബി മിൻ ഗൈരി ഹുർമത്തിൻ വനിയാ. ഒരു ഹുർമത്തുമില്ലാതെ സലാത്ത് ചൊല്ലുക. സലാത്തിനോട് ഒരു ഹുർമത്ത്, ഒരാദരവ്, ഒരു ബഹുമാനം, ഒരു മനസ്സാന്നിധ്യം. സലാത്താണല്ലോ ഞാൻ ചൊല്ലുന്നത്, ഇതിനോളം എൻ്റെ ദറജയെ ഉയർത്തുന്നൊരു കാര്യമില്ലല്ലോ. ആ ചിന്തകളൊന്നുമില്ലാതെ ഗഫലത്തിലുള്ള സലാത്ത്, അതല്ല നമുക്ക് വേണ്ടത്. നമ്മളുടെ സലാത്ത് കൊണ്ട് നമ്മളും നമ്മുടെ നബിയുമായി ശരിക്കും കണക്ഷൻ കറക്റ്റാവണം. അള്ളാൻ്റെ തൃപ്തി നമുക്കതുകൊണ്ട് കിട്ടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹിൻ്റെ ദേഷ്യമില്ലാതാവാൻ സലാത്തിനെ പോലൊരു മരുന്നില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ സലാത്തിനെ പോലൊരു മരുന്നില്ല. ഖബറും സിറാത്തും സന്തോഷിക്കാൻ സലാത്തിനെ പോലൊരു പരിഹാരമില്ല. റബ്ബിൻ്റെ കോപമടക്കുവാനുതകുന്നതാ, അതുപോലെ റിള കിട്ടാനും ഏറ്റം നല്ലതാ. ഖബറും സിറാത്തും നൂറിനാൽ ലംഘുന്നതാ, ഇവയൊക്കെയും തിരുനാവ് കൊണ്ടരുൾ ചെയ്തതാ. റബ്ബിൻ്റെ കോപമടക്കുവാനതു നല്ലതാ, റബ്ബിൻ്റെ കോപമടക്കുവാനുതകുന്നതാ, അതുപോലെ റിള കിട്ടാനുമേറ്റം നല്ലതാ.
ഖബറും സിറാത്തും നൂറിനാൽ ലംഘുന്നതാ. ഇവയൊക്കെയും തിരുനാവ് കൊണ്ടരുൾ ചെയ്തതാ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. മുഅ്മിനെ, ഏത് പ്രതിസന്ധിക്കും ഇത് പരിഹാരാണ്. ഏത് പ്രതിസന്ധിക്കും. അല്ലാഹു മൂസ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചു ദാഹിക്കാതിരിക്കാൻ മഹ്ശറിൽ, നിനക്കാഗ്രഹം ഉണ്ടോ അതിനവരുടെ നടി പറയുന്നതായി ഉണ്ടെൻ്റെ റബ്ബേ മറുപടി. എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂർ അതിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്തു മൂസ കൂടുതൽ. അടച്ചോനെ, മൂസാ നബിയോട് അള്ളാഹു ചോദിക്കുകയാണ്, മൂസാ നബിയെ, മഹ്ശറയിലെ ദാഹത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട് റബ്ബേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കൊടുത്തതാ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന്. അതാണ് ഈ പറഞ്ഞത്. അല്ലാഹു മൂസ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചു ദാഹിക്കാതിരിക്കാൻ മഹ്ശറിൽ, നിനക്കാഗ്രഹം ഉണ്ടോ അതിനവരുടനടി പറയുന്നതായുണ്ടെൻ്റെ റബ്ബേ മറുപടി. എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂർ അതിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്തു മൂസ കൂടുതൽ. മൂസാ നബി വടി കൊണ്ട് ബഹറിലടിച്ചതാ, അതുകൊണ്ട് പിളരാതാദ്യമേ നിലനിന്നതാ. എന്നിട്ടു റബ്ബിൻ്റെ ആജ്ഞ യാസീൻ തങ്ങളിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് പിന്നീടടിയതിൽ. ക്ഷണം തന്നെ ചൊല്ലിയടിച്ചു. എപ്പോഴാണത് പിളർന്നിട്ട് ഇടയിൽ കൂടി കൗമ കടന്നത്. ഇതുപോലെ നുസ്ഹത്തിൽ പറഞ്ഞിട്ടുള്ളതാ. 90 നന്നാ പേജു 90 തന്നാ പേജതെന്നോർക്കേണ്ടതാ. ഫിർഔനിൽ നിന്നും കൂട്ടരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബഹറിലേക്ക് അടിച്ചു. പക്ഷേ ബഹർ പിളരുന്നില്ല. അറിയാലോ ആ ചരിത്രമൊക്കെ. പടച്ചോനോട് സങ്കടപ്പെട്ട് പറഞ്ഞു, റബ്ബേ ബഹർ പിളരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, മുഹമ്മദ് നബിയുടെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് ബഹറിലേക്ക് അടിച്ചോ, പിളർന്നോളും. ഉടനെ മൂസാ നബി മുഹമ്മദ് നബിയുടെ മേൽ സലാത്ത് ചൊല്ലി. കഴിഞ്ഞു പോയ നബിമാര് പോലും, ആദം നബി ഹവ്വാ ബീവിക്ക് മഹറായി നൽകിയതെന്താ? ഏറ്റവും അമൂല്യമായതാണ് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു നിർദ്ദേശിച്ചു. ഏതാണ് റബ്ബേ അമൂല്യമായത്? എന്താണ് ഞാൻ കൊടുക്കേണ്ടത്? ഈ സ്വർഗമല്ലേ എൻ്റെ കയ്യിലുള്ളൂ, അതെന്നാണ്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹു പറഞ്ഞു, അതിനേക്കാൾ അമൂല്യമായത് കൊടുക്കണം. അതേതാണ് റബ്ബേ? അള്ളാഹുവിനോട് മൂസാ നബി ചോദിച്ചപ്പോൾ ഇലാഹായ റബ്ബിൻ്റെ മറുപടി, മൂസ, അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്. അതാണ് മഹർ. പടച്ചോനെ, നിങ്ങൾ ആ സ്വലാത്താണ് ഒരുപാട് തവണ ചൊല്ലി വന്നിട്ടുള്ളത്. ഒന്നും വെറുതെയാവില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ.